വെൽക്കം ബാക്ക് ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിന് ഒരുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത് അവസാന 5 ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ ആൻസേഴ്സുകളുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, ഏത് രൂപത്തിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക എന്നൊക്കെയാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 27ാമത്തെ അധ്യായം എന്താണെന്നും അതിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി 27ാമത്തെ അധ്യായത്തിൽ 27A പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജിങ് ദ ടെലിഫോൺ. ഓക്കെ, നമ്മൾ പലപ്പോഴും ജോബ് വാക്കൻസികളൊക്കെ നോക്കുമ്പോൾ ടെലിഫോൺ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആവശ്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല എൻക്വയറികളും നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു സമയത്ത് കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ദെൻ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് തിങ് ഹാസ് ടേക്കൺ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ടുഡേ. ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദ ടെലിഫോൺ ഹാസ് ടേക്കൺ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ടുഡേ. ഓക്കെ, കമ്മ്യൂണിക്കേഷന് ടെലിഫോണിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് തിങ് ഹാസ് ടേക്കൺ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ടുഡേ. ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷന് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ്. എന്താണ്? ടെലിഫോണാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ യു സേ ദാറ്റ് എ മാൻ ഫീൽസ് ഹിംസെൽഫ് ഹെൽപ്ലെസ് വിത്ത് ടെലിഫോൺ. ഓക്കെ, ഒരു ടെലിഫോണിൻ്റെ സഹായമില്ലാതെ ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻസിന് ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഘടകമായി തീർന്നിട്ടുണ്ട് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ ടെലിഫോൺ സേവ്സ് നോട്ട് ഓൺലി ദ ടൈം ബട്ട് ഓൾസോ ദ മണി. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ടെലിഫോൺ എന്ന് പറയുന്നത് എന്തെല്ലാം സമയം മാത്രമല്ല ക്യാഷും സേവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ നോക്കാം. അതുപോലെ തന്നെ it has made its room in every house that a person feels himself helpless, handicapped without it. ഓക്കെ, ഒരു മനുഷ്യനിക്ക് സ്വന്തം വ്യക്തികളുടെ ഓരോ പേഴ്സണൽ ആയിട്ടും സ്വന്തം റൂമിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണെന്ത് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും തൻ്റെതായിട്ടുള്ള രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണെന്ത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് തിങ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ടെലിഫോൺ. ടെലിഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമതായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ടെലിഫോൺ. ടെലിഫോണിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് ഓൺലി ബി എ ഗുഡ് സ്പീക്കർ. നിങ്ങൾ എന്തായാൽ പോരാ, ഒരു സ്പീക്കർ മാത്രമായാൽ പോരാ, ഒരു നല്ലൊരു പറയുന്ന ആൾ മാത്രമായാൽ പോരാ, എന്തുകൂടി ആവണം ബട്ട് ഓൾസോ എ ഗുഡ് ലിസണർ. ഓക്കെ, നമ്മളൊരു ലിസണറും കൂടി ആവണം, കേൾവിക്കാരൻ കൂടി ആയിക്കഴിഞ്ഞാലേ ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ നല്ല രൂപത്തിൽ നടക്കുകയുള്ളൂ. നമ്മൾ പറയുന്നത് മാത്രം കേൾക്കുക എന്നുള്ളതല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നന്നായിട്ട് മറ്റുള്ളവരെയും കേൾക്കാനുള്ള ഒരു കഴിവാണ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടുമുള്ളത്. ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എന്നല്ല, ഏതൊരു കമ്മ്യൂണിക്കേഷനിലും കേൾവിയും സ്പീക്കിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകമാണ്. ഓക്കെ, അപ്പോൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിലും അതൊരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് യുവർ വോയിസ് ഷുഡ് ബി ക്ലിയർ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ വോയിസുകൾ കൃത്യമായി കേൾക്കാൻ പറ്റിയതാവണം. ഓക്കെ, കേൾവിക്കാരന് കൃത്യമായി ഒരു തടസ്സവും കൂടാതെ കേൾക്കാൻ പറ്റിയ വോയിസുകളായിരിക്കണം നമ്മളുടെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ നോക്കാം. അതുപോലെ തന്നെ യു ഷുഡ് ഹാവ് ദ ക്വാളിറ്റി ടു മേക്ക് ക്വിക്ക് ആൻഡ് റൈറ്റ് ഡിസിഷൻ. നമുക്ക് എന്തുണ്ടാവണം? ഒരു ശരിയായിട്ടുള്ള യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുപോലത്തെ ഒരു തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. യുവർ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് ടു ദ പോയിന്റ് വിത്തൗട്ട് സൗണ്ടിങ് ഓർ റൂഡ്. ഓക്കെ, നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും വളരെ ബ്രീഫായിട്ട് ചുരുക്കി പറയാൻ കഴിയുന്നതാകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഫീസിലാണ് അവിടെ ടെലികോളറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾവിക്കാരന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം.
എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായി പറയുന്നത് എല്ലാം നമ്മൾ ഏതൊരു കോഴ്സിനെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, ആ പറയുന്ന കാര്യങ്ങൾ ബ്രീഫായിട്ട് ചുരുക്കി പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കേൾവിക്കാരന് അതൊരു കൗതുകമായി തോന്നുകയും ഒരു അട്രാക്റ്റീവായ നിലയിൽ നമ്മളോട് പെരുമാറുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ബിസിനസ് മേഖലകളെല്ലാം നമ്മൾ പലപ്പോഴായിട്ടും പല ബിസിനസ് കമ്പനികളും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറയുന്ന വോയിസുകൾ കൃത്യമായി കേൾക്കാൻ കഴിയണം. നമ്മളൊരു സ്പീക്കർ മാത്രമായ പോരാ, എന്തും കൂടി ആവണം, ഒരു ഗുഡ് ലിസണറും കൂടി ആവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ക്യാൻ യു സേ ദ ടെലിഫോൺ നമ്പർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, ഹൗ ക്യാൻ യു സേ ദാറ്റ് ടെലിഫോൺ നമ്പർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് നോക്കാം. എ റിസപ്ഷനിസ്റ്റ് does the work of a telephone cooperative, receiving incoming calls, transferring outgoing calls, അതുപോലെ തന്നെ helping people to get in a touch, and in all these telephone numbers play a very important role എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു അധ്യായത്തിലെ 5 പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെയാണ് നോക്കാം. Who attends a number of calls and what is the significance of these calls? Who attends a number of calls? ആരാണ് നമ്മുടെ ടെലിഫോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആരാണ് നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനുള്ള പ്രധാനപ്പെട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. റിസപ്ഷനിസ്റ്റ് has to attend a number of calls every day, and these calls involve some giving and taking of information which has to be noted down. Okay, അപ്പം നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ടെലിഫോണിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു 27ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ദെൻ നമുക്ക് എന്താക്കാം, ഒരു ചെറുതായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റീവ് എങ്ങനെ നടക്കാം എന്നുള്ള ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് റിസപ്ഷനിസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്യുക, അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ദെൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് 28A എന്നുള്ള ഒരു അധ്യായമാണ്. 28A പാർട്ട് 1 ആണ്. അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോണിംഗ് ആണ്. ഓക്കെ, ടെലിഫോൺ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ടെലിഫോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, റിസപ്ഷനിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിലും നമുക്ക് പറയാനുള്ളത് ഒരു അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോണിംഗ് ആണ് പറയാനുള്ളത്. ദെൻ എന്തൊക്കെയാണ് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ക്യാൻ യു ഓഫർ ഹെൽപ്പ് വിൽ സ്പീക്കിംഗ് ത്രൂ ടെലിഫോൺ. നമ്മൾ ടെലിഫോൺ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തൊക്കെയാണ് നോക്കാം. വിൽ സ്പീക്കിംഗ് ത്രൂ ടെലിഫോൺ യു ക്യാൻ ഓഫർ ഹെൽപ്പ് ബൈ സേയിങ്. നമുക്ക് എന്തെല്ലാം രൂപത്തിൽ സഹായം ഓഫർ ചെയ്യാം. ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേ ഐ ഹെൽപ്പ് യു എന്നുള്ളതാണ്. 2ാമത്തെ രീതിയാണ്. 3ാമതായിട്ട് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് നൽകേണ്ടത് എന്നുള്ള ഒരു രീതിയും. അതുപോലെ ഹൂ ഷാൾ ഐ കോൾ ഓൺ ദ ലൈൻ. ഓക്കെ, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലേ ആരാണ് ലൈനിലുള്ളത് എന്നുള്ള ചോദിക്കാം. അതുപോലെ ഈസ് ദർ എനി പർട്ടിക്കുലർ പേഴ്സൺ യു വാണ്ട് ടു സ്പീക്ക് ടു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനാണോ നിങ്ങൾ വിളിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് എന്താണ്, ഹൗ ക്യാൻ യു ഓഫർ ഹെൽപ്പ് വിൽ സ്പീക്കിംഗ് ത്രൂ ടെലിഫോൺ. ടെലിഫോണിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഓഫർ കൊടുക്കുക, നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് സഹായമാണ് സാർ വേണ്ടത് ഇതൊക്കെ നമ്മൾ റിസപ്ഷനിസ്റ്റ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ എ റിസപ്ഷനിസ്റ്റ് ടേക്സ് ഡൗൺ എ മെസ്സേജ്. ദ റിസപ്ഷനിസ്റ്റ് ടേക്സ് ഡൗൺ എ മെസ്സേജ് ബൈ ആസ്കിങ്. ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണ് ഒരു മെസ്സേജ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പല മെത്തേഡുകളും പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് നോക്കാം. ഐ വിൽ യു ലീവ് എ മെസ്സേജ് ബിഹൈൻഡ്. ദെൻ നെക്സ്റ്റ് മേ ഐ ടേക്ക് എ മെസ്സേജ് പ്ലീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് നോക്കാം. Would you like to talk to someone else in the department? അതുപോലെ would you care to leave message എന്നുള്ള 4 രൂപത്തിൽ നമുക്ക് എന്താക്കാം മെസ്സേജുകൾ പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ യു റിസപ്ഷനിസ്റ്റ് ഒബ്റ്റെയിൻ കാളേഴ്സ് നെയിം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക്, നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളോട് അവരുടെ നെയിം എങ്ങനെയാണ് ചോദിച്ചറിയേണ്ടത് എന്നുള്ളതാണ്. അപ്പം when a receptionist receives
കോൾസ് അണ്ടർഗോസ് ടു ഫോളോവിങ് സ്റ്റെപ്സ്. താഴെ പറയുന്ന സ്റ്റെപ്സുകളിലൂടെ നമുക്ക് അവരുടെ നെയിമുകൾ ചോദിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഗ്രീറ്റ്സ് ആൻഡ് ഗീവ്സ് ഐഡന്റിറ്റി. ഓക്കെ, നമുക്ക് എന്താക്കാം, അവരെ ഗ്രീറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ, വാട്ട് യുവർ നെയിം പ്ലീസ് എന്ന് ചോദിക്കാം. അതുപോലെ അവരുടെ ഐഡന്റിറ്റി നമുക്ക് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഓഫേഴ്സ് ഹെൽപ്പ്. നേരത്തെ പറഞ്ഞ പോലെ ഹെൽപ്പ്, എന്തെങ്കിലും സഹായങ്ങൾ ഓഫർ ചെയ്യുക. എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് സാർ വേണ്ടതെന്ന് ചോദിക്കാം. അതുപോലെ ഒബ്റ്റെയിൻ കളേഴ്സ് നെയിം. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളോട്, നമുക്ക് ഇങ്ങോട്ട് വിളിച്ച ആളോട് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് സാർ, നിങ്ങളുടെ നെയിം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അക്നോളേജസ് ദ കോൾസ്. ഓക്കെ, അതുപോലെ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടെലിഫോണിൽ ബന്ധപ്പെടുന്ന ആളുകളോട് ഒരു വിവരണം നമ്മളടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ പറയുന്നുണ്ട്. ദെൻ അഞ്ചാമത്തെ പറയുന്നത് gives a message and ask if he willing to receive. ഓക്കെ, അവർക്ക് ഒരു മെസ്സേജ് അയക്കുക, അവർ ചോദിക്കുക നിങ്ങൾ ഈ ഒരു മെസ്സേജ് സ്വീകരിക്കാൻ തയ്യാറാണോ സാർ എന്ന് ചോദിക്കുക. അതുപോലെ apologize to the caller. നമ്മൾക്ക് എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണ്, അപ്പോൾ അവരോട് മാപ്പ് ചോദിക്കുക. ഓക്കെ, സോറി സർ എന്ന് പറയാം. അതുപോലെ ടേക്സ് ഡൗൺ എ മെസ്സേജ്, കണക്ട് ദ പാർട്ടീസ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബിസിനസ് മേഖലകൾ വികസിക്കണമെന്നുണ്ടെങ്കിൽ, ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം, നമ്മളെ ടെലികോളർമാർ എന്തായിരിക്കണം, സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തായിരിക്കണം, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ അടുത്ത് ഒരു അപമര്യാദയായിട്ട് രൂപത്തിലും സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ വിളിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ നമ്മളോട് വയലന്റ് ആയി സംസാരിച്ച് കഴിഞ്ഞാലും അവരെയൊക്കെ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം ഒരു ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടെലികോളർമാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു റിസപ്ഷനിസ്റ്റ് ആയാലും അവിടേക്ക് വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു 28A എന്നുള്ള അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 28B എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു അധ്യായമാണ്. ഇപ്പൊ എന്താണ് ആ അധ്യായത്തിൽ പറയുന്നത് നമുക്ക് നേരത്തെ ഒന്ന് മുൻകൂട്ടി കാണാം. റൈറ്റിംഗ് എ ഇമെയിൽ. ഒരു ഇമെയിൽ എങ്ങനെ എഴുതാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവരും മുൻപേ പഠിച്ചിട്ടുള്ളതായിരിക്കാം ഇമെയിൽ എന്ന് പറയുന്നത്. ഇപ്പം ഒഫീഷ്യലായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും ലീവായാലും അതുപോലെ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെയിൽ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, മെയിൽ അയച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാറുള്ളത്. ഓക്കെ, 28 ചാപ്റ്റർ ആണ്. 28ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് റൈറ്റിംഗ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ വരിക എന്നതിനെ കുറിച്ചുമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ് വെൻ റൈറ്റിംഗ് എ പ്രൊഫഷണൽ ഇമെയിൽ. ഒരു ഇമെയിൽ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം നല്ലതല്ലാത്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്, യൂസിങ് ഇൻഫോർമൽ ലാംഗ്വേജ് ആൻഡ് സ്ലാങ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ നാട്ടുഭാഷകൾ ഉണ്ടാകും, സ്ലാങ്ങുകൾ ഉണ്ടാകും, അതെല്ലാം ഒഴിവാക്കിയിട്ടാണോ പറയേണ്ടത്, അതെല്ലാം ഉപയോഗിച്ചിട്ടാണോ നമ്മൾ നമ്മുടെ ഇമെയിൽ എഴുതേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൂഫ് റീഡിംഗ് ഫോർ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറർസ്. സ്വാഭാവികമായിട്ടും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ സ്പെല്ലിംഗ് എറർസ് വരാം, അതുപോലെ മറ്റുള്ള പല ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ വരാം. അതെല്ലാം പ്രൂഫ് റീഡ് ചെയ്തിട്ടാണോ ഒരു ഇമെയിൽ അയക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കീപ്പിംഗ് ദ ഇമെയിൽ കൺസൈസ് ആൻഡ് ടു ദ പോയിന്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻക്ലൂഡിംഗ് റെലവൻറ്റ് അറ്റാച്ച്മെന്റ് ഓർ ലിങ്ക്സ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് യൂസിങ് ഇൻഫോർമൽ ലാംഗ്വേജ് ആൻഡ് സ്ലാങ്. ഓക്കെ, ഇൻഫോർമൽ ലാംഗ്വേജുകളും അതുപോലെ അങ്ങനത്തെയുള്ള സ്ലാങ്ങുകളും അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ എന്നത്, എന്താ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. അതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല. എന്ത് പ്രാക്ടീസ് അല്ല, യൂസിങ് ഇൻഫോർമൽ ലാംഗ്വേജ് ആൻഡ് സ്ലാങ്. ഓക്കെ, ഇൻഫോർമൽ ലാംഗ്വേജുകളും സ്ലാങ്ങുകളും ഇമെയിലിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല, ഒരു നല്ല രീതിയല്ല എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം, ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം. എന്താണ് പറയാനുള്ള കാരണം, പ്രൊഫഷണൽ ഇമെയിൽസ്. ഓക്കെ, നമ്മുടെ പ്രൊഫഷണൽ ഇമെയിൽസുകളൊക്കെ ഷുഡ് മെയിൻറ്റെയിൻ എ ഫോർമൽ ടോൺ. ഓക്കെ, ഒരു ഫോർമൽ ടോണിലായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അയക്കേണ്ടത്. അതല്ലാതെ നമ്മൾ എന്താ പറയുന്നത് ഇൻഫോർമൽ രൂപത്തിലോ ആ ഒരു ലാംഗ്വേജുകളോ സ്ലാങ്ങുകളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ആൻഡ് അവോയ്ഡ് യൂസിങ് സ്ലാങ് ഓർ ഓവർലി കാഷ്വൽ ലാംഗ്വേജ്. നമ്മുടെ നാട്ടുഭാഷകൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷകളൊന്നും ഒരിക്കലും ഒരു ഇമെയിലിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ അയക്കാൻ പാടില്ല. ആസ് ദേ ആർ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ പ്രൊഫഷണലിസം ആൻഡ് ക്രെഡിബിലിറ്റി. നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്, നമ്മളൊരു പ്രൊഫഷണലിന് ഒരു നീതി പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളും അതനുസരിച്ചുള്ള വാക്കുകളൊക്കെ ശരിയായ രൂപത്തിലാവേണ്ടതുണ്ട്, ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു ഇമെയിൽ
അയക്കുമ്പോൾ നമ്മൾ എന്താവരുത്, നമ്മുടെ സ്ലാങ്ങുകളും അതുപോലെ ഇൻഫോർമൽ ലാംഗ്വേജുകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് എ ക്ലിയർ ആൻഡ് കൺസൈസ് സബ്ജക്ട് ലൈൻ ഇൻ എവറി ഇമെയിൽ എന്നുള്ളതാണ്. ഇവിടെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ്, വളരെ ഉൾപ്പെടുത്തൽ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത്, എ ക്ലിയർ ആൻഡ് കൺസൈസ് സബ്ജക്ട്, ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള വ്യക്തമായിട്ടുള്ള ടോപ്പിക്കുകൾ, അത് ഉൾക്കൊള്ളിട്ടുള്ള ലൈനുകൾ ഇൻ എവറി ഇമെയിൽ, എല്ലാ ഇമെയിലുകളും ഇതെല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ശരിയാണോ? ട്രൂ ആൻഡ് ഫാൾസ്, ശരിയാണ് അല്ലേ, ശരിയായ ഭാഗമാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഈസ് സബ്ജക്ട് ലൈൻ ഇമ്പോർട്ടൻറ്റ് ഇൻ എൻ ഇമെയിൽ, ഒരു ഇമെയിലിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് നോക്കാം. The subject line grabs the recipient's attention and gives them a preview of the email content. It helps them prioritize and understand the purpose of the email quickly. Okay, അപ്പോൾ നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ അതിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളും അത് മറ്റുള്ളവർക്ക് ശ്രദ്ധ പുലർത്തേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ 28B എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത്, ഒരു ഇമെയിൽ എങ്ങനെ അയക്കാം, ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം നോക്കാം എന്തൊക്കെയാണ് ഫോർമാറ്റ് ഓഫ് എ ഇമെയിൽ. അവിടെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായി കാണുമോ എന്നറിയില്ല. നോക്കാം, എന്താണ് നോക്കാം. ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഇമെയിൽ അയക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഫ്രം വേണം, എവിടെ നിന്നാണ് ഈ ഒരു ഇമെയിൽ അയക്കുന്നത്, ആരാണ് ഇമെയിൽ അയക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ റിസീവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സെൻഡർ ഇമെയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് അവിടെ പറയുന്നുണ്ട് സെൻഡേഴ്സ് അഡ്രസ്. ഓക്കെ, എവിടെ നിന്നുള്ളതാണെന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ദെൻ ടു, എവിടേക്കാണ് നമ്മൾ ഈ ഒരു കത്ത് അയക്കുന്നത്, ആർക്കാണ് ഈ കത്തല്ല സോറി ഈ ഒരു ഇമെയിൽ അയക്കുന്നത് എന്നുള്ളതാണ്. ആർക്കാണ് നമ്മൾ ഈ ഇമെയിൽ അയക്കുന്നത്, ആ അയക്കുന്ന ആളുകളുടെ ഇമെയിലുകളും ഇവിടെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡേറ്റ്. ഓക്കെ, ഡേറ്റ് കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലും നിങ്ങൾക്കൊരു കൃത്യമായ ഒരു ഇമെയിൽ എങ്ങനെ അയക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ ചോദിക്കുകയാണ് ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞാൽ അതിൻ്റെ ഈ ഫോർമാറ്റുകളെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. കൃത്യമായ ഡേറ്റ് വേണം, ഏതൊരു ഡേറ്റിലാണ് നമ്മൾ ഒരു ഇമെയിൽ അയക്കുന്നത് അത് വേണം. അതുപോലെ സബ്ജക്റ്റ്, എന്തൊരു മെത്തേഡിലാണ് നമ്മൾ അയക്കുന്നത്, അബൌട്ട് ദ ഫോർമാറ്റ് ഓഫ് ഇമെയിൽ റൈറ്റിംഗ്, നമ്മൾ എന്തിനാണ് ഇമെയിൽ എഴുതുന്നത്. ഒരു പക്ഷേ നമ്മളുടെ ഒരു ഓഫീസിൽ ലീവ് അപ്രൂവലിന് വേണ്ടി ആയിരിക്കാം ലീവ് ചോദിക്കുന്നത്. എങ്ങനെ ആയിരിക്കാം, HR മെയിൽ അയക്കുന്നത് ഇങ്ങനെയായിരിക്കാം. അപ്പോൾ HR മെയിൽ അയക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിനാണ് അയക്കാറുള്ളത്, ലീവ് ചോദിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പം ലീവ് എന്നുള്ളതാണ് അവിടെയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിയർ റെസ്പെക്റ്റഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സർ, നമ്മളിനി ഫ്രണ്ട്സിനാണ് അയക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ അയക്കുക, ഡിയർ എന്ന് അയക്കുക. അതല്ല നമ്മൾ അയക്കുന്നത് ആർക്കാണ്, ഒരു നമ്മളുടെ ഓഫീസിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മേജർ പൊസിഷനിലുള്ള ഒരാൾക്കാണെങ്കിൽ HR-നാണെങ്കിൽ സർ അല്ലെങ്കിൽ മാം എന്ന രൂപത്തിൽ നമുക്ക് അയക്കാം. ഓക്കെ, ഇനി ബോഡി ഓഫ് ദ ഇമെയിൽ, നമ്മൾ എന്താണോ അയക്കുന്നത് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതെല്ലാം ഇവിടെ ഒരു ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബോഡി ഓഫ് ദ ഇമെയിൽ മസ്റ്റ് കണ്ടെയ്ൻസ് കംപ്ലീറ്റ് സെന്റൻസസ്. ഈച്ച് ടോപ്പിക് ഷുഡ് ബി ടോൾഡ് ഓർ ആസ്ക്ഡ് ഇൻ ന്യൂ പാരഗ്രാഫ്. ഒരു പുതിയ പാരഗ്രാഫിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുക എന്നുള്ളതാണ്. യൂസ് പ്ലീസ്, ലെറ്റ് മീ നോ, വെൻ നീഡ് എ റിപ്ലൈ ആൻഡ് കൈൻഡ്ലി ഓർ പ്ലീസ് ഓർ ഫോർ ആസ്ക്. എല്ലാം നമ്മളൊരു റിക്വസ്റ്റ് ആണ് അയക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ അയക്കുക. നമ്മൾ എന്തൊരു സബ്ജക്റ്റ് ആണോ ആളുകൾക്ക് അയക്കുന്നത് അതേ രൂപത്തിലാണ് നമ്മൾ അയക്കേണ്ടത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ലീവ് നമ്മൾ ചോദിച്ചിട്ട് അയക്കുന്നതാണ്. ഓക്കെ, ലീവ് ചോദിച്ചയക്കുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ അയക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ ആ രൂപത്തിൽ അയക്കേണ്ടതുണ്ട്. എല്ലാം എന്ത് സാഹചര്യത്തിലാണോ അയക്കുന്നത് ആ ഒരു രീതിയിൽ അയക്കണം. നമ്മളുടെ കമ്മ്യൂണിക്കേറ്റീവ് എല്ലാം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. ദെൻ റിഗാർഡ്സ്. ഓക്കെ, കോംപ്ലിമെന്ററി ക്ലോസ്. ദെൻ സെൻഡർ നെയിം. ഓക്കെ, നെയിം ഓഫ് ദ സെൻഡർ, നിങ്ങളാണ് അയക്കുന്നത്, നിങ്ങളുടെ പേര് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അവസാനം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇമെയിലിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. ഈ ഒരു അധ്യായത്തിൽ റൈറ്റ് ആൻ ഇമെയിൽ ഇൻഫോമിംഗ് യുവർ എംപ്ലോയീസ് അബൌട്ട് ദ ചേഞ്ച് ഇൻ വർക്ക് ടൈമിംഗ് യുവർ കൃത്യ മാനേജർ അറ്റ് സി കമ്പനി. ഒരു കമ്പനി ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരു കമ്പനിയിൽ മാനേജർക്ക് നമ്മൾ എന്താണ് നമ്മളുടെ ജോലിക്കാർക്കുള്ള ടൈം മാനേജ്മെന്റിനെ കുറിച്ച് അറിയിച്ചിട്ട് അല്ലെങ്കിൽ ടൈം ചുരുക്കാൻ വേണ്ടി റൈറ്റ് ആൻ ഇമെയിൽ ഇൻഫോമിംഗ് യുവർ എംപ്ലോയീസ് അബൌട്ട് ദ ചേഞ്ച് ഇൻ വർക്ക് ടൈം, വർക്ക് ടൈമിങ് മാറ്റുന്നതിനെ കുറിച്ച് അറിയിക്കാൻ എംപ്ലോയീസിനാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, ഒരു കമ്പനി മാനേജർ നമ്മളുടെ എംപ്ലോയീസിന് അയക്കുന്ന ഒരു ഇമെയിൽ ലെറ്ററിന്റെ ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ടു
XYZ ഇമെയിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇമെയിൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ ഒരു ഇമെയിൽ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഓരോ എംപ്ലോയിക്കും നമ്മൾ അയക്കാറുണ്ട്. അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിൻ്റെയും ഇമെയിൽ കൊടുത്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. ഓക്കെ, സബ്ജക്റ്റ് റിവൈസ്ഡ് വർക്കിംഗ് ഹവേഴ്സ്. ഓക്കെ, നമ്മുടെ വർക്ക് ടൈം മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. അതുപോലെ ഡേറ്റ് ടൈം കൊടുക്കുക. ദെൻ ഡിയർ ടീം. ഓക്കെ, നമ്മുടെ ടീമാണ്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരു ടീമായിരിക്കും. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ കമ്പനി ഈസ് ഗ്രോവിങ് ആൻഡ് ദർ ഈസ് ഗുഡ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്ട് എവറി വീക്ക്. ഓക്കെ, അതായത് നമ്മുടെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് നമ്മുടെ ടൈമിൽ പ്രൊജക്റ്റുകളൊക്കെ ആഴ്ചകളാകുമ്പോൾ തന്നെ ഒരുപാട് അധികമായി പോകുന്നുണ്ടെന്നൊക്കെ അറിയിച്ചിട്ടാണ് നമ്മുടെ കമ്പനിയിലെ മാനേജർ അയക്കുന്നത്. ദിസ് ഹാസ് ബീൻ പോസിബിൾ വിത്ത് യുവർ ഡെഡിക്കേറ്റഡ് ആൻഡ് ടൈംലി ടീം വർക്ക്. നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, അതായത് നിങ്ങളുടെ ഒരു അകമൊഴിഞ്ഞിട്ടുള്ള വർക്കുകളും അതുപോലെ നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഇവിടെ അത്യാവശ്യമാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു സമയം നമ്മൾ മാറ്റുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇൻ ഓർഡർ ടു കീപ് അപ്പ് വിത്ത് ദിസ് we have decided that the working hours would be advanced by 30 minutes. ഓക്കെ, ഒരു 30 മിനിറ്റ് നിങ്ങൾ എക്സ്ട്രാ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്താകുന്നത്, മാനേജർ ഒരു ഇമെയിൽ അയക്കുന്നത് എന്നുള്ളതാണ്. ദ റിവൈസ്ഡ് ടൈം വുഡ് ബി 8:30 AM to 5 PM. ഓക്കെ, 8:30 മുതൽ 5 PM വരെ ആയിരിക്കും സമയം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ 9 മണി മുതൽ 5 മണി വരെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് എക്സ്ട്രാ നിങ്ങൾ ജോലി ചെയ്യേണ്ടതെന്ന് അറിയിച്ചിട്ട് കമ്പനിയുടെ മാനേജർ അവിടുത്തെ എംപ്ലോയീസിന് അയക്കുന്ന ഒരു ഇമെയിൽ ലെറ്ററിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ദിസ് വിൽ ബി ഇൻ എഫക്ട് ഫ്രം July 5th. ഓക്കെ, ജൂലൈ 5 മുതൽ ഇതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ മാറ്റം ഉണ്ടാകും. 2021 Monday. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് you keep with your timing and abide by it. Feel free to come up with a suggestion if any warm regards. ഓക്കെ, അതായത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണമെന്നും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമെയിൽ അയക്കണം ആര്, നമ്മളുടെ കമ്പനി മാനേജർ ആർക്ക്, അവിടുത്തെ എംപ്ലോയീസിന്. ഓക്കെ, ഇതൊരു ചെറിയൊരു മാറ്റർ ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട് അവസാനം കീർത്തി മാനേജർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കമ്പനി മാനേജർ അയക്കുന്ന ഒരു ഇമെയിൽ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ 28B എന്ന് പറയുന്ന അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. മാത്രമല്ല നിങ്ങളടുത്ത് എന്ത് വേണം, നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടും പേനയും വേണം. ഇതെല്ലാം ഈ ഇമെയിലിൻ്റെ ഫോമുകളൊക്കെ നിങ്ങളടുത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഇമെയിലിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇത് ഇമെയിലിൻ്റെ ഒരു മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫോർമാറ്റ് ഓഫ് ഇമെയിൽ ആണ് ഈ കാണുന്നത്. നിങ്ങൾ ഇതാണ് ഇമെയിൽ ഫോർമാറ്റ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു കമ്പനി മാനേജർ ആർക്ക് തൻ്റെ എംപ്ലോയീസിന് ടൈമിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു ഇമെയിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു രീതിയോട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 29ാമത്തെ അധ്യായമായിട്ടുള്ള 29ാമത്തെ അധ്യായമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 29ാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താണ്? 29A എന്ന് പറയുന്ന അധ്യായത്തിൽ കൺട്രോളിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഔട്ട് ഗോയിങ് കാൾസ് എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഓഫീസിലെ റിസപ്ഷനിസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ ഇൻകമിംഗ് കോളുകൾ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചർച്ച ചെയ്തു ഇമെയിൽ റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നമുക്ക് ഇനി ഔട്ട് ഗോയിങ് കോൾസുകളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ക്യാൻ കോളേഴ്സ് കീപ് ദ ടെലിഫോൺ ലൈൻസ് നീഡ്ലെസ്ലി എൻഗേജ്ഡ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടെലികോളേഴ്സ് ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓഫൻ കോളേഴ്സ് ടെൻഡ് ടു ചാറ്റ് ടോക്ക് irreverently and keep the telephone lines needlessly engaged. അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ടും ഈ ടെലികോളേഴ്സ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ, നമ്മൾ എന്താണ് ഇതിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്, പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് യു വാണ്ട് ആൻഡ് ഹൗ ടു സേ ഇറ്റ് ബ്രീഫ്ലി ആൻഡ് ഡയറക്ട്ലി വിത്തൗട്ട് ഗിവ്സ് ഒഫൻസ്. ഒരു തടസ്സവും ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ബ്രീഫായിട്ട് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളുമായി കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ കോളിംഗ് എബിലിറ്റി, നമ്മൾ മറ്റൊരാളെ എങ്ങനെ അട്രാക്റ്റീവായിട്ട് കോൾ ചെയ്യാം എന്നുള്ള ആ രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കോമൺ പ്രോബ്ലംസ് one faces while communicating through phone. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. While communicating through phone, sometimes
there are disturbing sounds. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പലപ്പോഴായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സുകളൊക്കെ നമുക്ക് ഒരു അരോചകമായിട്ട് തോന്നാറുണ്ട്, പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ആകാറുണ്ട്. ഓക്കെ, ആൻഡ് നോയ്സസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ഡോണ്ട് അലോ want to hear the message. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ, മെസ്സേജുകൾ മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സസുകളാണ് നമ്മളെ അലങ്കോലപ്പെടുത്താറുള്ളത്. Then also sometimes we are unable to understand what the caller wants to convey us. നമ്മളിൽ നിന്നും എന്താണ് caller ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. Then next പറയുന്നത്, in that situation we must request the caller to repeat his message again. Okay, പലപ്പോഴായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളോട് എന്ത് പറയും, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വേണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ, കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊന്നും മോശമായിട്ടുള്ള ഇല്ല, നമുക്ക് ഒരു ഇറിറ്റേറ്റ് ആയി വരുന്ന ഒരു സൗണ്ട്സുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് നാലാമത്തെ ഭാഗമാണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ സിറ്റുവേഷൻ ഡിസ്റ്റർബൻസസ് വിച്ച് ഒക്കർ വിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഫോൺ. ഫോണിലൂടെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ഡിസ്റ്റർബൻസസ് ആണ് സംഭവിക്കാറുള്ളത്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റിസപ്ഷനിസ്റ്റ് അറ്റ് റിസർവേഷൻ ആൻഡ് consultation counters, newspaper office, hospitals, etc. Okay, often need exact detail on several heads to note down all these while attending other tasks. So kept control over the conversations. One must do the following. Okay, താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. Ask the other person to repeat the facts. Okay, വീണ്ടും മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. Ask the other person to slow down. Okay, ഒന്ന് പതുക്കെ പറയാൻ വേണ്ടി പറയാം. അതുപോലെ ask the other to spell her name or place name in address. Okay, അഡ്രസ്സോ അതുപോലെ സ്ഥലപ്പേരോ അവരുടെ പേരുകളൊക്കെ അവരോട് പറയാൻ വേണ്ടി പറയാം. Ask the information in record order. Okay, നമുക്ക് എന്തൊരു ഇൻഫർമേഷൻ ആണോ അറിയേണ്ടത് അത് അവരോട് ചോദിക്കുക. അതുപോലെ മേക്ക് എ ചെക്ക് ലിസ്റ്റ് ഓഫ് പോയിന്റ് ബിഫോർ മേക്കിംഗ് എ കോൾ. നമ്മളൊരു കോൾ ചെയ്യുന്നതിന് മുമ്പ് ആർക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്, അവരുമായി നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 29A എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് 29B എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, അധ്യായമാണ്. 29B റൈറ്റിംഗ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ്. പ്ലേസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ബോഡി, എന്തൊരു റിപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇൻട്രൊഡക്ഷന്, ഓക്കെ, ഫസ്റ്റ് ലൈൻ വാട്ട്, ഹു, വെൻ, വെയർ, ആരാണ്, എന്താണ്, എപ്പോഴാണ്, എവിടെയാണ് എന്നുള്ള രീതി കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ലൈൻ വൈ, എന്തുകൊണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വരേണ്ടത്. ദെൻ തേർഡ് ലൈൻ എന്ന് പറയുന്നത് volunteers participants. Okay, ഇതൊക്കെ മൂന്നാമത്തെ ലൈൻ വരേണ്ടതുണ്ട്. Then main content കൊടുക്കുക. Okay, how the event started and what were the highlight of the event. Conclusion. Okay, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു മോഡൽ നോക്കാം. ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. യു ആർ കരൺ അല്ലെങ്കിൽ കൃതി ഓഫ് LM മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ദേവാർക്ക. യുവർ സ്കൂൾ ഹാസ് adopted a village as a social responsibility. Students are being taken to teach the children of the village in regular basis. Okay, write a report for your school magazine on the various other programs organized there in 220 or 250 words. Okay, ഈ റിപ്പോർട്ട്സുകളൊക്കെ 120-150 വേർഡ്സുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഭാഗം നമ്മൾ കൊടുക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ എംപവറിംഗ് എഡ്യൂക്കേഷൻ LM മെമ്മോറിയൽ പബ്ലിക് സ്കൂൾസ് ഇമ്പാക്ട്ഫുൾ ഇനിഷ്യേറ്റീവ് ഇൻ അഡോപ്റ്റ് വില്ലേജ്. ഒരു ഗ്രാമത്തെ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെയുള്ള സ്റ്റുഡൻസിന്, ഗ്രാമത്തിലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അവിടുത്തെ ചിൽഡ്രൻസിന് എന്ത് കൊടുക്കുകയാണ്, വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മാഗസിൻ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദ എംപവറിംഗ് എഡ്യൂക്കേഷൻ ടൈറ്റിലാണ്. ഓക്കെ, LM മെമ്മോറിയൽ പബ്ലിക് സ്കൂൾസ് ഇമ്പാക്ട്ഫുൾ ഇനിഷ്യേറ്റീവ്സ് ഇൻ അഡോപ്റ്റ് വില്ലേജ് എന്നുള്ളതാണ് ഒരു ടൈറ്റിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ടൈറ്റിൽ കണ്ടാൽ തന്നെ എന്താണ്, ഒരു അട്രാക്റ്റീവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ 14th March 2020 ആണ്, 2020 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. Then LM Memorial Public Schools Devaka continues to uphold its commitment to social responsibility through its
adoptions of a village. Okay, ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായി വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇതാണ് ഇതിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് 31ാമത്തെ അധ്യായത്തിലെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. 31ാമത്തെ നമുക്ക് കൂടുതലൊന്നും പറയാനുള്ളത് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ചാപ്റ്റർ 31B അപ്പിയറിംഗ് ഫോർ an ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടേണ്ടത്, നമ്മുടെ രൂപം എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡ്രസ് കോഡുകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ കീ സ്റ്റെപ്സ് ടു പ്രിപ്പയർ ഫോർ an ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. Okay, the key steps to prepare for an interview include researching the company. Okay, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കമ്പനിയെ കുറിച്ച്, ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ എന്ത് ജോബിനാണ് അറ്റൻഡ് ചെയ്യുന്നത്, എന്ത് ജോബിന് വേണ്ടിയുള്ള ഇന്റർവ്യൂവിനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടാവുക. പ്രാക്ടീസിങ് കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സാധാരണയായിട്ട് എല്ലാ ഇന്റർവ്യൂകളും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രിപ്പയറിംഗ് റെലവന്റ് ഡോക്യുമെന്റ്സ്. നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ തയ്യാറാക്കി വെക്കുക. ലൈക്ക് യുവർ റെസ്യൂമെ ആൻഡ് കവർ ലെറ്റർ ആൻഡ് ചോയ്സിംഗ് അപ്രോപ്രിയേറ്റ് അറ്റയർ ഫോർ ഇൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ഈസ് ദ റിസർച്ചിങ് ദ കമ്പനി ഇമ്പോർട്ടന്റ് ബിഫോർ അറ്റൻഡിങ് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണ്, അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, റിസർച്ചിങ് ദ കമ്പനി ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ദ വിഷൻ. ഓക്കെ, നിങ്ങൾ എന്തൊരു ജോലിക്കാണ് പോകുന്നതിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്ത് ജോലിക്കായിരിക്കും ആ സ്ഥാപനത്തിൽ നമ്മൾ നിയമിക്കുന്നത്, ഇതിനെ കുറിച്ച് ധാരണ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ വാല്യൂസ്. ഓക്കെ, അതുപോലെ ആൻഡ് ഗോൾസ് വിച്ച് അലൗസ് യു ടൈലർ യുവർ ആൻസർ ഓഫ് ഫിറ്റ് കമ്പനീസ് കൾച്ചർ. ഓക്കെ, നമ്മുടെ അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി നമുക്ക് ഇതിന്റെ മുൻധാരണ നമുക്ക് ലഭിക്കും. എന്തൊക്കെയായിരിക്കും ഇവർ ചോദിക്കുന്നത്. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള കമ്പനിയാണ്. അപ്പൊ ഇവർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയായിരിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ആൻസറുകൾ നമ്മൾ കൊടുക്കേണ്ടത്. ഇന്റർവ്യൂ ആണല്ലോ, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇറ്റ് ഓൾസോ ഷോസ് ദ ഇന്റർവ്യൂവർ ദാറ്റ് യു ആർ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദ റോൾ ആൻഡ് ഹാവ് ദ മെയ്ഡ് ആൻ എഫോർട്ട് ലേൺ അബൌട്ട് ഓർഗനൈസേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഇംഗ്ലീഷിൽ പറയാനുള്ളത്. ഇതോടുകൂടി നമ്മളുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അറിയേണ്ടതെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. എല്ലാത്തിനും നമ്മൾ ആൻസർ നൽകുന്നതാണ്. താങ്ക് യു ടു ഓൾ.